പുതിയ മാസത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് നമ്മൾ കയറി. ഒരു ദിവസം കർത്താവിൻ്റെ വലിയ മഹത്വം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരു ഓഡിയോ മെസ്സേജായിട്ട് 1 മിനിറ്റിൽ താഴെ അയക്കുമെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രാർത്ഥന മറുപടിയുടെ ദൈവം ചെയ്ത വിടുതലുകൾ നിങ്ങൾ അയച്ചാൽ നമ്മുടെ അടുത്ത എപ്പിസോഡുകളിലൊക്കെ അത് സാക്ഷ്യമായിട്ട് പറയാൻ എനിക്ക് വലിയ താല്പര്യമാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമുക്കൊന്ന് പറയാം. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ദെക്കേപ്പൊലി നാട്ടിൽ മുഴുവനും ഘോഷിച്ചെന്നാണ്. വീട്ടിൽ പോയി ദൈവം ചെയ്ത് കർത്താവ് ചെയ്ത് പറയാനേ പറഞ്ഞുള്ളൂ. അവനത് ഘോഷിച്ചെന്നാണ്. ഇത് നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വീട്ടിൽ മാത്രം അറിഞ്ഞാൽ പോരാ, ലോകം മുഴുവൻ അറിയട്ടെ. ദൈവം ചെയ്ത വിടുതലുകൾ നമുക്ക് 10 പേരോട് പറയാം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും. നമ്മൾ പോകുന്നിടത്തെല്ലാം വലിയ ദൈവപ്രവൃത്തി നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവിൻ്റെ അമിത ബലത്തിൽ എഫേസ്യ ലേഖനം 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. കർത്താവിൽ ശക്തിപ്പെടണം. കർത്താവിൻ്റെ അമിത ബലത്തിൽ 2 കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണ്? ഒടുവിൽ കർത്താവിലും വചനത്തിൽ. 2 കർത്താവിൻ്റെ അമിത ബലം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. വചനത്തിലും ആത്മാവിലും നമ്മൾ ശക്തിപ്പെടണം. വചനത്തിൽ എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? ബൈബിൾ വായിക്കണം, ദിവസവും വായിക്കണം. ചില ദിവസങ്ങൾ ഉപവാസത്തോടെ ഇരുന്ന് വായിക്കണം, രാത്രികളിൽ ഇരുന്ന് വായിക്കണം. എല്ലാ പുസ്തകവും വായിക്കുന്ന പോലെ വായിക്കരുത്. വളരെ ഭക്തിയോടെ വായിക്കണം. ഒരു നിക്ഷേപം പോലെ, നിധി കണ്ടെത്തുന്നവനെ പോലെ അത് വായിക്കണം. ഒരു പുതിയ വെളിപ്പാടിന് വേണ്ടി വായിക്കണം. ഒരു പുതിയ വ്യത്യാസം നമ്മിൽ വരാൻ വേണ്ടി വായിക്കണം. അത് കഴുകനെ പോലെ ചിറകടിച്ചു വരാനിടയാക്കും. അടുത്തതാണ് ദൈവശക്തി. അതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൽ അവൻ്റെ അമിത ബലം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തി അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകേണ്ട ആവശ്യമില്ല. എങ്ങും നമ്മൾ ഫെയിലാകത്തില്ല. കാരണം തിരുവെഴുത്തും ദൈവശക്തി അറിയാവുന്നതുകൊണ്ട്. ഇത് രണ്ടും അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ തെറ്റിക്കാൻ ആർക്ക് കഴിയും? ഒരു വാരിക്കുഴിയിലും ഒരു ചതിക്കുഴിയിലും പോയി ചാടത്തില്ല. എവിടെയും നമുക്ക് ജയോത്സവം ഉണ്ടാകും. അതുകൊണ്ട് വചനത്തിലും ആത്മാവിലും ഒരുമിച്ച്. അതുകൊണ്ടാണ് പറയാം, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും. ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ. 2 സത്യത്തിൽ, വചനത്തിൽ. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ സത്യത്തിൽ, വചനത്തിൻ്റെ വെളിപ്പാടിൽ നമുക്ക് നടക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ബലപ്പെടാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സഭയിൽ പലർക്കും ശക്തിയില്ല. അതാണ് അവർക്ക് വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. എന്ത് വിഷയമുണ്ട് അതിനെ നേരിടാനുള്ള ശക്തിയും വചനവും കർത്താവ് നമുക്ക് തരും. ഈ ജീസസ് എവരി ഡേയിലൂടെ കർത്താവ് അത് ചെയ്യുന്നു. ഇനിയും അത് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ബലപ്പെട്ട് വളരാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. In his time, in his time, he makes all things beautiful. In his time, Lord, please show me every day as you're teaching me your way, that you do just what you say in your time. Lord, please show me every day as you're teaching me your way, that you do just what you say in your time. In your time. In your time.
something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിന്റെ കല്ലറക്കൽ ഞാൻ നിങ്ങളെ 2-3 ദിവസമായിട്ട് നിർത്തിയേക്കാണ്. അവിടെ യേശു 4 ദിവസം ലേറ്റായത് എന്തിനാണ്? ഇതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിന് സമയത്ത് അങ്ങോട്ട് ചെയ്തുകൂടെ? ഇല്ല. യേശു എന്തുകൊണ്ട് വൈകി? ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. യേശു വൈകിയതിൻ്റെ കാരണം ദൈവത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകാൻ. ദൈവത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും വിശ്വാസ വീരരായി മാറും. വിശ്വാസത്താലല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. എബ്രായ ലേഖനം 11:6 ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. യേശു ആദ്യ ശിഷ്യന്മാരെ വിശ്വാസ വീരരാക്കുന്നു. 2 മാർത്തയും മറിയയും വിശ്വാസ വീരരാക്കുന്നു. 3 അവിടെ ചുറ്റും കൂടിയ യേശുവിനെതിരെ നിന്ന് യഹൂദന്മാരെ വിശ്വാസ വീരരാക്കുന്നു. ലാസറിൻ്റെ വീടിൻ്റെ അയൽവാസികൾ, ആ പഞ്ചായത്തിൽ, ആ ജില്ലയിലുള്ളവർ എല്ലാം അന്ന് യേശു വരുന്നു കൊണ്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കര ജനക്കൂട്ടമാണ്. ആ കല്ലറയുടെ ഏരിയയിലൊന്നും നിൽക്കാൻ സ്ഥലമില്ല. അതുപോലെ വലിയ പുരുഷാരമാണ്. അതിൻ്റെ നടുവിൽ യേശു അത്രയും ജനത്തെ വിശ്വാസ വീരരാക്കുകയാണ്. ഓരോ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും ഇസ്രായേലിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കുന്നു എന്ന് യെശയ്യാവ് 8:18 പറയുന്നു. ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എല്ലാവർക്കും ഒരു അത്ഭുതവും അടയാളവുമായിരിക്കും. എല്ലാവരുടെ വിശ്വാസത്തെ ഒന്ന് ജ്വലിപ്പിക്കാൻ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ പാട്ട്, നമ്മുടെ പ്രസംഗം കാരണമായെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുവാൻ, ജനങ്ങളെ അതിലേക്ക് തിരിക്കുവാൻ നമ്മുടെ ഓരോ അനുഭവങ്ങളും കാരണമാകട്ടെ. കർത്താവിനൊന്നും അസാധ്യമല്ല. 10 വർഷം സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ 2 വർഷം കൊണ്ട് പുറത്തു വന്ന ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. കാരണം അവൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്നതായിരുന്നു. ആ അമ്മയോട് ഒരു വലിയ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മോൻ പെട്ടെന്ന് പുറത്തു വരും. അമ്മ അത് വിശ്വസിച്ചു. അവൻ 2 വർഷത്തിനുള്ളിൽ പുറത്തു വന്നു. 7 പേരുണ്ട്. 6 പേര് ഇപ്പോഴും ജയിലിലാണ്. 10 വർഷത്തേക്കാണ് സൗദി അറേബ്യൻ ജയിലാണ്. അകത്ത് കയറിയാൽ പുറത്തു വരാൻ സാധ്യതയില്ല. എന്നാൽ അവനെ ഡീപ്പോർട്ട് ചെയ്തില്ല. അവൻ പുറത്തു വന്ന ശേഷം അവൻ്റെ വിസയും പാസ്പോർട്ടും ഒക്കെ പുതുക്കപ്പെട്ടു. അവൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം. എത്ര ഭയങ്കരമാണ്! അസാധ്യതകളെന്നുള്ളത് കർത്താവിൻ്റെ കൈകളിലില്ല. വിശ്വസിക്കുന്നവർക്കും അസാധ്യതകളില്ല. യേശു പുനരുത്ഥാനവും ജീവനും. അതായത് ഏറ്റവും വലിയ അസാധ്യത എന്ന് പറയുന്നത്, ഭൂമിയിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രത്തിൻ്റെ അസാധ്യത മരണമാണ്. ഈ മരണത്തെ ഓവർകം ചെയ്യാനായിട്ട് അവരിനി വലിയ റിസർച്ചുകളാണ്. ഇപ്പോൾ യന്ത്ര മനുഷ്യന് ജീവൻ കൊടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് നോക്കുന്നത്. അതിനെന്തെല്ലാം ചെയ്യാം. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ ഒരിക്കലും കുറേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ദൈവം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നു, ഞങ്ങൾക്കും കഴിയും. ഉടനെ ദൈവം പറഞ്ഞു, നല്ല കാര്യം ചെയ്യ്, എന്നാൽ മണ്ണ് അവിടെ ഇട്ടേക്ക്. മണ്ണ് ഞാൻ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക. മണ്ണ് ദൈവം ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം.
ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്ന റിസർച്ചുകളെല്ലാം ഇന്ന സാധനം കൊണ്ടുണ്ടാക്കുന്നു, ഞങ്ങൾ ദൈവങ്ങൾ. എടാ, നീ അതുകൊണ്ടുണ്ടാക്കല്ലേ. നീ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മണ്ണിലെ ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ടാണോ നീ ഈ ഭൂമി കാണുന്ന എല്ലാം മണ്ണിൽ നിന്നുണ്ടായതാണ്? അതുകൊണ്ടാണോ മനുഷ്യനെ ഉണ്ടാക്കുന്നത്? നീ പുതിയതായിട്ടൊരു ഭൂമി ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മനുഷ്യനെ ഉണ്ടാക്കുക. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരു കൊതുകിനെ ഉണ്ടാക്കാൻ പോയിട്ട് ഒരു കൊതുകിനെ ഓടിക്കാനുള്ള ഒരു കൊതുക് തിരി ഉണ്ടാക്കാൻ കഴിയില്ലാത്ത മനുഷ്യനാണ് ഈ പറയുന്നത്. അതായത് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഒഴിഞ്ഞു മാറാനാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത, പരാജയം മാത്രം മുൻപിലുള്ള ഒരു കൂട്ടരാണ് മനുഷ്യർ. അതായത് പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ ആദാമ്യ സന്തതികൾക്ക് ഒരിക്കലും ജയം കാണാൻ സാധ്യതകളില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്ക് പൂർണ്ണ ജയമാണ്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു 50-ാം സങ്കീർത്തനത്തിലായിരിക്കും. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഗതികെട്ട ഒരു സമൂഹമാണ് ശാപഗ്രസ്തരായ ആദാമ്യ സന്തതികൾ. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു വന്നത് ആ എല്ലാ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ലെന്ന് റോമർ 8:1. അതിൻ്റെ അർത്ഥം ആദാമിലുള്ളവർക്ക് ശിക്ഷ മാത്രമേ ഉള്ളൂ, പരാജയം മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എല്ലാ അനർത്ഥത്തിൽ നിന്ന് അവർ പുറത്തു വരും. ഈ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ ദൈവമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ സത്യം അറിയണം. യേശു ക്രിസ്തുവിലാകുക. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും അപേക്ഷിപ്പേൻ, അത് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നിൽ വസിക്കണം. എൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. യോശുവയോട് പറഞ്ഞ് രാപ്പകൽ നീ ഇതിനെ ധ്യാനിക്കണം, നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും വായിലും ചിന്തയിലും എപ്പോഴും ദൈവവചനം കൊണ്ട്, വിശ്വാസത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. യോശുവ നിറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ കൊല്ലുന്ന പ്രമാണം കൊണ്ട്. എന്നിട്ട് യോശുവ ജയാളിയായി. എന്നാൽ ജീവിപ്പിക്കുന്ന പുതിയ നിയമത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ രാപ്പകൽ ധ്യാനിച്ചാൽ എത്രയധികം ജീവൻ, സമൃദ്ധിയായ ജീവൻ മാനവജാതിയിലേക്ക് ഒഴുകും. യോശുവയ്ക്ക് ആരെയും ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോസ്തലന്മാർ എല്ലാവരും ജീവിപ്പിക്കുന്നവരായി മാറി. യോശുവയേക്കാൾ, മോശയേക്കാൾ ഒക്കെയും വലിയവരായി വെറും മീൻപിടുത്തക്കാരെ മാറ്റിയ നമ്മുടെ കർത്താവിൻ്റെ മക്കളാണ് നാം. ധൈര്യപ്പെടുക. ഇവിടെ നമ്മൾ ധ്യാനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതിന്നും കൂടി പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതായത് യേശു എന്തിനാണ് വൈകിയത്? ലാസറിൻ്റെ വീട്ടിൽ ചെല്ലാൻ വൈകിയത്. യേശു ലാസറിൻ്റെ വീട്ടിൽ ചെല്ലാൻ വൈകിയത് കൊണ്ട് രോഗം കൂടി, ലാസർ മരിച്ചു, പെട്ടി വാങ്ങി അതിനകത്ത് വെച്ചു, മൂക്കി പഞ്ഞി വെച്ചു, താടി കൂട്ടിക്കെട്ടി, കല്ലറക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. ആ വീട്ടുകാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. യേശു സ്നേഹിക്കുന്ന വീടുമാണ്. ആ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ട്. ആൾക്കാർ ചോദിക്കുന്നു, എന്തുകൊണ്ട് യേശു വന്നില്ല? കുരുടന്മാരുടെ കണ്ണ് തുറന്ന് ഇവൻ എന്തുകൊണ്ട് ലാസറിന് സൗഖ്യം കൊടുത്തില്ല? വലിയ ചോദ്യചിഹ്നത്തിന്റെ നടുവിലാണ് ആ വീട്. അവർക്ക് മറുപടി പറയാനില്ല. എല്ലാവരും ചോദിക്കണം, യേശു വന്നില്ലേ, യേശു വന്നില്ലേ? യഹൂദന്മാരൊക്കെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്നും വന്ന് ആ കരിമീൻ പൊള്ളിച്ചതും ആ ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആ ഗുരു എന്തിയെ? ഇവർക്ക് പറയാൻ വാക്കുകളില്ല. എത്ര ദിവസം യേശുവിന് വേണ്ടി ചെലവഴിച്ചതാണ്. എന്നാൽ അവരുദ്ദേശിച്ച സമയത്തല്ല യേശു ചെല്ലുന്നത്, യേശുവിൻ്റെ സമയത്ത്. കാരണം യേശു നോക്കുന്നത് ഈ ഗ്യാപ്പ് ടൈം കൊണ്ട് എത്ര പേരെ വിശ്വാസ വീരരാക്കി മാറ്റാം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, ശിഷ്യന്മാരെ വിശ്വാസ വീരരാക്കി. 2, മാർത്തയും മറിയയും. 3, ചുറ്റുവട്ടത്തുള്ള യഹൂദന്മാർ. അതിനുവേണ്ടി യേശു ചെയ്തത്, യോഹന്നാന്റെ സുവിശേഷം 11:41 മുതൽ വായിക്കുമ്പോൾ, അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ഒരു വാക്കാണ് യഹൂദന്മാരെപ്പോഴും കയറി പിടിക്കുന്നത്. നീ പിതാവെന്ന് വിളിക്കുന്നുവോ?
നീ ആശാരി പണിക്കാരനല്ലേ, നീ മറിയുടെയും ജോസഫിൻ്റെ മോനല്ലേ, നിന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഞങ്ങളുടെ കൂടെ ഇല്ലേ, അവർ നിന്റെ സഹോദരിമാരെ ഞങ്ങൾക്ക് അറിയാലോ. പിന്നെ നീ ഈ ആശാരിയായ നീ, വിദ്യാഭ്യാസം ഇല്ലാത്ത നീ, യഹൂദന്മാരായ വിദ്യാസമ്പന്നരായ ഞങ്ങളുടെ മുമ്പിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്തിനാണ്? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കുന്നു. ഈ വിഷയത്തിലാണ് കല്ലെടുത്തത് ഇവര്. അത് ആ 38 വർഷം കുളക്കരെ കിടന്ന ഒരുത്തൻ്റെ വിഷയം തുടങ്ങി അങ്ങോട്ട് ഉള്ള വഴക്കാ. പിന്നെ കുരുട്ട് കണ്ണ് തുറന്നു 9-ാം അധ്യായത്തിൽ. അതിനെ തുറന്ന് യേശുവിനെ എവിടെ കിട്ടിയാലും എറിയാൻ നിൽക്കുകയാണ്. 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അത് തിന്നവരിനകത്ത് എറിയാനുണ്ടെന്നേ. കുറേ ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി, ഭയങ്കര പ്രശ്നത്തിലാണ്. യേശു അവിടെ ഒന്നും മടുക്കുന്നില്ല. യേശുവിനറിയാം ഞാനും എൻ്റെ പിതാവ് ആരാണെന്ന്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും യേശു കർത്താവ് അവിടുന്ന് മാറാത്തത് എന്താണ്? യേശുവിനറിയാം ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറഞ്ഞതുപോലെ, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കേൾക്കണമേ എന്നല്ല, കഴിഞ്ഞ 4 ദിവസം യേശു പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് യേശു വിശ്വസിച്ചു. അതായത് യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. യേശു പരസ്യമായി മാർത്തയും മറിയയും ശിഷ്യന്മാരും സകല യഹൂദന്മാർ, ഈ 3 യേശു വിശ്വാസത്തിൽ നിറച്ച ഈ 3 കൂട്ടരവിടെയുണ്ട്. അത്രയും പേര് കാണുകെ യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടു. യഹൂദന്മാർക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള പ്രാർത്ഥന അറിയില്ല. എന്നാൽ യേശു ശിഷ്യന്മാരെയും മാർത്തയും മറിയയും എല്ലാം ട്രെയിൻ ചെയ്യുക, യഹൂദന്മാരെയും കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കല്ലെറിയാൻ പോകുന്നില്ലേ, ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധം കാണിച്ചു തരാം. പരസ്യമായി ഏലിയാവ് പരസ്യമായി തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് തെളിയിച്ചതുപോലെ, അത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. അതാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഏലിയാവ് തെളിയിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ഞാനും പിതാവ് ഒന്നാണ്, ഞാൻ എന്തപേക്ഷിച്ചാൽ എൻ്റെ പിതാവ് കേൾക്കും. ഏലിയാവ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അവൻ പ്രാർത്ഥിച്ചത് ദൈവം കൊടുത്തു. ആകാശം അടഞ്ഞു, തീ ഇറങ്ങി, വീണ്ടും ആകാശം തുറന്നു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അതിനേക്കാൾ ഭയങ്കരമാണ് മകന്റെ പ്രാർത്ഥന, മകളുടെ പ്രാർത്ഥന. അതിനേക്കാൾ ഫലമുള്ളതാണ്. ഏലിയാവിനേക്കാൾ വലിയവൻ വന്ന് ആ സത്യത്തെ ജനത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് തെളിയിക്കുകയാണ്. ഇന്നത് കേൾക്കുന്നവരുടെ അകത്തൊരാവേശമുണ്ടാകട്ടെ, എൻ്റെ പിതാവ് എൻ്റെ അപേക്ഷ കേട്ടിരിക്കുകയാണ്. എൻ്റെ യജമാനൻ്റെ മുമ്പിൽ ഒരു വിഷയം വെച്ചിട്ടുണ്ട്, ഞാൻ ദാസനാണ്, അത് ചെയ്യാതിരിക്കോ എനിക്കറിയില്ല. ഇതുപോലെയല്ല, മക്കൾക്കറിയാം അപ്പൻ തന്നിരിക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ, അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കാത്ത, മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കാത്ത, മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കാത്ത സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങൾ പോലും നിങ്ങളുടെ മക്കൾക്ക് നല്ലതല്ലേ കൊടുക്കുന്നത്? തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. പിതാവിനെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പിതാവ് ഈ വിഷയത്തിന് മറുപടി തന്നു കഴിഞ്ഞു. അതാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതുവരെ ലാസർ പുറത്തു വന്നില്ലെങ്കിലും എനിക്കറിയാം ലാസർ പുറത്ത് വരും. കാരണം എൻ്റെ പിതാവ് എൻ്റെ അപേക്ഷ കേട്ടു. ഇനി എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാൻ ഉയർപ്പിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനയാണ് മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. അത് തന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്തത്, സൗജന്യമായി നിങ്ങൾ കിട്ടിയത് സൗജന്യമായി കൊടുക്കും. ഇതെല്ലാം ഫ്രീയാ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ആളവറ്റ ശക്തിയുടെ വലിപ്പമാണിത്. എത്ര കഠിനമായ വിഷയമാണെങ്കിലും അതിന് മറുപടി ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ ചരിത്രത്തിൽ എനിക്കിതിങ്ങനെ വെറുതെ വായിച്ചു വിടാൻ പറ്റുന്നില്ല, വെറുതെ പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. യേശു അവിടെ നിന്നുകൊണ്ട്, പിതാവേ നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. അടുത്ത വാക്യം അങ്ങനെയാണ്, 42:11. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് വലിയ അറിവാണ് വിശ്വാസം.
അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ 11:32. അറിയുന്ന ജനം ദൈവത്തെ നന്നായിട്ട് അറിയണം. ദൈവത്തെ അറിഞ്ഞവർക്ക് വീര്യം പ്രവർത്തിക്കാമെങ്കിൽ പിതാവിനെ അറിയുന്നവർക്കോ, യേശുവിനെ കൈക്കൊണ്ടവർക്ക് പിതാവിനെ അറിയാൻ പറ്റും. ദാനിയേലിന് ദൈവത്തെ അറിയാം, യേശുവിന് തൻ്റെ പിതാവിനെ അറിയാം. നിങ്ങൾക്കും എനിക്കും ദൈവത്തെയാണോ അറിയുന്നത്? നമ്മൾ അബ്രഹാമിൻ്റെ ജഡപ്രകാരമുള്ള മക്കളല്ല, ജാതികളാണ്. നമുക്കറിയേണ്ടത് നമ്മുടെ പിതാവാണ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവരും ദൈവമക്കളാണ്. എൻ്റെ പിതാവിനെ എനിക്കറിയാം. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ എപ്പോഴും. അത് ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ഏത് നേരം പ്രാർത്ഥിച്ചാലും. ദാനിയേലിനെ അറിയാമായിരുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പാണ്. അതാണ് രേഖ എഴുതിയെന്ന് അറിഞ്ഞിട്ട് പോലും ദാനിയേൽ പതിവ് തെറ്റിച്ചില്ല. എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കും. എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞു. എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കും. ഞാൻ അറിയുന്നു. ഈ ഒരു ഉറപ്പിലേക്ക് ദൈവമക്കൾ വരട്ടെ. അടുത്തത്, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അത്രേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നീ എന്നെ അയച്ചു എന്ന് എല്ലാവരും അറിയണം. കർത്താവ് തെരഞ്ഞെടുത്തതാണെന്ന് നമ്മുടെ ശുശ്രൂഷയിലൂടെ 10 പേരെ അറിയിക്കണം. അതൊരു വാശിയായിരിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാണ്. ഈ വിഷയത്തിൽ എല്ലാവരും അറിയുന്ന ഒരു അത്ഭുതം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത്ഭുതം ചെയ്യിപ്പിക്കുകയല്ല, നമ്മളങ്ങോട്ട് ചെയ്യണം. മുന്നോട്ട് വടി നീട്ടണം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ കാല് ആ യോർദാൻ വെച്ചപ്പോൾ നമ്മൾ കാല് വെക്കണം, വടി നീട്ടണം. എരിയോ കോട്ടയുടെ ചുറ്റും നടന്ന് ആർപ്പിടണം. നമ്മൾ ചില സ്റ്റെപ്പ് വെക്കുമ്പോൾ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ജീവിതത്തിലും ആരംഭിക്കും. നമുക്കത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെയും അകത്ത് പിതാവുമായിട്ടുള്ള ബന്ധം, ഞാൻ എന്തപേക്ഷിച്ചാൽ എൻ്റെ പിതാവ് കേൾക്കുമെന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദാസന്മാർക്ക് ലഭിച്ച മറുപടിയേക്കാൾ മക്കൾക്ക് ലഭിക്കുന്ന മറുപടി എത്ര അധികമാണ്. ചോദിച്ചതിലും നനച്ചതിലും അധികമായി ചെയ്യുവാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് എല്ലാ പുകഴ്ചയും ഞങ്ങളുടെ പിതാവിന് മഹത്വം അർപ്പിക്കും. കർത്താവ്, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അസാധ്യതകളുടെ നടുവിലാണ്. അവർക്ക് വേണ്ടി മറുപടികൾ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ഒരു പുതുവഴി തുറക്കട്ടെ, ഒരു ഷിഫ്റ്റ് നടക്കട്ടെ, ഒരു പുതിയ ആത്മീക കാലാവസ്ഥ, ഒരു സമൃദ്ധിയുടെ കാലാവസ്ഥ തുറന്നു വരട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. അത്ഭുതമായ വലുത് സഫലമായ വാതിലുകൾ തുറക്കട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ അത് സംഭവിക്കട്ടെ. വിശ്വാസം സജീവമാകട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധം അതിശക്തമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ജീസസ് എവരിഡേയിലൂടെ അസാധ്യതകൾ സാധ്യമാകും. നിങ്ങളുടെ ഭാവി അത്ഭുതമാകും. ഈ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു വലിയ പങ്കാളിത്തമുണ്ട്. ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം യേശുവിനെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷയാണ്, യേശുവിനെ പുകഴ്ത്തുന്ന. ഈ ശുശ്രൂഷയ്ക്ക് ഭാരിച്ച ചെലവുകളുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മയുടെ കരം ചലിക്കുവാൻ നിങ്ങളെ തന്നെ വിശ്വാസത്തിൽ എറിഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. അതുപോലെ അടുത്ത ദിവസങ്ങളെല്ലാം വലിയൊരു അഭിഷേകത്തിലേക്കും കൃപയിലേക്കും നമ്മെ ദൈവം നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം.